നിലക്കണ്ണാടിയിൽ തന്നെ നോക്കി നിൽക്കെ അളകനന്ദയുടെ മനസ്സിൽ പതിവില്ലാത്ത വിധം വേണ്ടാത്ത ചിന്തകൾ കടന്നുകൂടാൻ തുടങ്ങി. ഭംഗിയായി ഉടുത്ത പട്ടുസാരിയുടെ മുന്താണിയിൽ അവൾ വിരലുകൾ ചുറ്റി വലിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. മുറിയിലേക്ക് എത്തി നോക്കിയ അമ്മയുടെ മുഖത്തും വല്ലാത്തൊരു മുറുക്കം വ്യക്തമായി അവൾ കണ്ടു. ചോദ്യഭാവത്തിൽ നോക്കിയ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അമ്മ പിറുവിറുത്തു. എന്നാലും വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും നേരമൊക്കെ വൈകുന്നത് ശരിയാണോ? അല്ലെങ്കിൽ എന്താ കാരണമെന്ന് പറയുമെങ്കിലും ചെയ്യാലോ. എത്ര നേരമായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ്. അച്ഛന് ഷോപ്പിലും പോകേണ്ടതാണ്. ഇവരിന്ന് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അച്ഛൻ പോകാതെ വെയിറ്റ് ചെയ്യുന്നത്. അളകേ, നീ വൈശാഖിനെ ഒന്ന് വിളിച്ച് ചോദിച്ചേ എന്താ ഇത്ര വൈകുന്നതെന്ന്. അവൾ മടിയോടെ മൊബൈൽ ഫോണിലേക്ക് ഒന്ന് നോക്കി. ഇപ്പോൾ തന്നെ എത്ര വട്ടം മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഒന്നും അയാൾ എടുത്തിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫും. അമ്മയോട് ഇക്കാര്യം എങ്ങനെ പറയും? ഈ നേരത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നതേയില്ല. താനുമായി പരിചയത്തിലായതിൽ പിന്നെ ഒരു വട്ടം പോലും ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്ന് കേട്ടിട്ടേയില്ല. പക്ഷേ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട സമയത്ത് തന്നെ ഇയാൾ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നത്? നീ എന്താ ആലോചിക്കുന്നത്? അവനെ ഒന്ന് വിളിച്ചേ. അച്ഛൻ ഇനിയും കാത്തിരിക്കുമെന്ന് തോന്നുന്നില്ല. അമ്മേ, ഫോൺ സ്വിച്ച് ഓഫാണ്. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തു. എന്താ പറ്റിയതെന്ന് മനസ്സിലാകുന്നേയില്ല. ആ വാർത്ത കേട്ട് അംബികാദേവി ഒന്ന് ഞെട്ടി. പിന്നെ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ ചാർജ് തീർന്നു പോയതാകും. നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? അളക പുരികം ചുളിച്ചു. അല്ല, രണ്ടും കൂടി വല്ലതൊക്കെ പറഞ്ഞ് സൗന്ദര്യപ്പിണക്കമോ മറ്റോ ആണോ എന്നാണ് ഉദ്ദേശിച്ചത്. ഏയ്, അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പാണ്. അംബികയെ, ഞാൻ ഇറങ്ങുവാ. ഇനിയെങ്കിലും കടയിലേക്ക് ചെന്നില്ലെങ്കിൽ പറ്റില്ല. ഇത് വല്ലാത്ത ചതിയായി പോയെന്ന് അവരെ വിളിച്ച് പറഞ്ഞേക്കാൻ മോളോടൊന്ന് പറഞ്ഞേര്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അച്ഛൻ പോകാനിറങ്ങി. ഞായറാഴ്ചയാണെങ്കിലും കട തുറക്കും. സൂപ്പർ മാർക്കറ്റിൽ അന്നാണ് കൂടുതൽ തിരക്ക്. മോൾക്ക് താല്പര്യമുള്ള ഒരു കൂട്ടരെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്നും എതിർത്തു പറഞ്ഞില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി വീടിന് അപമാനം വരുത്തി വെക്കുന്നതിലും ഭേദമാണ് സ്വന്തം പ്രണയം പോലും വീട്ടിൽ തുറന്നു പറയാനും ഇന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. PG വരെ കൂടെ പഠിച്ചതാണെന്നും ഇപ്പോൾ UK-യിൽ നല്ല ജോലിയാണെന്നൊക്കെ മോൾ വലിയ താല്പര്യത്തോടെയാണ് പയ്യനെക്കുറിച്ച് പറഞ്ഞത്. മോൾക്കും PSC വഴി കിട്ടിയതാണ് ബാങ്കിലെ ക്ലറിക്കൽ ജോലി. മറ്റൊരു ജില്ലയിലേക്കാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നത്. അവിടെ ഒരു ഹോസ്റ്റലിലാണ് അവൾ താമസം. അതുകൊണ്ട് മാസത്തിൽ 1-2 തവണ വീട്ടിൽ വന്നിട്ട് പോകാനേ പറ്റൂ. അവർ തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ആണെന്നാണ് അംബിക ഒരിക്കൽ പറഞ്ഞത്. അയാൾ ഓർത്തു. പക്ഷെ ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് 4-5 പേര് കുട്ടിയെ കാണാൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ യാതൊരു വിവരവും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. തൻ്റെ ബെഡ്റൂമിൽ മൗനിച്ചു കിടന്ന അളകയുടെ മനസ്സിലും ചിന്തകൾ മറ്റൊന്നും ആയിരുന്നില്ല. വൈശാഖ് തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതായിരിക്കോ? ഇപ്പോഴും അയാളുടെ ഫോൺ ഓണായിട്ടില്ല. അവൾക്ക് തൊണ്ടയിൽ വല്ലാത്തൊരു നൊമ്പരം കിനിഞ്ഞിറങ്ങുന്നത് പോലെ തോന്നി. കണ്ണിൽ നിന്ന് അനുവാദമില്ലാതെ നീറിപ്പുകഞ്ഞ് ഒഴുകിയിറങ്ങുന്ന ഉപ്പുനീരുകൾ. ഇടയ്ക്ക് അംബിക മുറിയിലൊന്ന് എത്തി നോക്കി. ഉടുത്തൊരുങ്ങിയ സാരി പോലും മാറാതെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നു അളക. അവരുടെ നെഞ്ചിലും ചെറിയൊരു നീറ്റലുണ്ടായി. മകൾ വല്ലാത്ത ഉത്സാഹത്തിലായിരുന്നു 2 ദിവസമായിട്ട്. സാധാരണ വീട്ടിൽ വരുന്നതിലും വിപരീതമായി വെള്ളിയാഴ്ച വൈകിട്ടേ അവൾ കൈ നിറയെ എന്തൊക്കെയോ പാക്കറ്റുകളുമായിട്ടാണ് വീട്ടിലെത്തിയത്. ശനിയാഴ്ച ഉച്ചവരെയേ ബാങ്കുള്ളൂ. അതുകൊണ്ട് അന്ന് ലീവെടുത്തു. വീട് മുഴുവൻ അവളുടേതായ രീതിയിൽ മൂടി പിടിപ്പിച്ചു. പിന്നെ പുതിയ സാരിക്ക് ചേരുന്ന ബ്ലൗസ് തയ്പ്പിച്ചു. ആകെ ഒരു ഉത്സവം പോലെയായിരുന്നു അവൾക്ക് ഈ ദിവസങ്ങൾ. പക്ഷേ അതൊക്കെ എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. മോളെ ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അവൾ തനിച്ചിരുന്ന് ആലോചിക്കട്ടെ. വൈശാഖിൻ്റെ വീട്ടിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി കാണും. കുറച്ചു കഴിയുമ്പോൾ അവൻ തന്നെ മോളെ വിളിക്കാതിരിക്കില്ല. അവർ തിരിഞ്ഞു നടന്നു. അംബികയ്ക്കും ശിവരാജനും 3 മക്കളാണ്. 2 ആണും 1 പെണ്ണും. മൂത്ത 2 ആൺമക്കളും വിദേശത്താണ്. അതിൽ ഏറ്റവും മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു. ഫാമിലിയായി അവർ അവിടെയാണ്. രണ്ടാമൻ അളകയുടെ വിവാഹം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന തീരുമാനത്തിലാണ്.
ഇടയ്ക്കവൻ മകളെ വിളിച്ച് എരി പിടിപ്പിക്കാറുണ്ട്. വേഗം ആരെയെങ്കിലും സെറ്റാക്കാൻ നോക്ക്, മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന തീരുമാനത്തിലായിരുന്നു ഇതുവരെ. പിന്നെ വൈശാഖൻ UK പോകുന്ന തിരക്കും കാത്തിരിപ്പും ഒക്കെയായി അവൾ ആർക്കും പിടികൊടുക്കാതെ നടന്നു. എല്ലാം ഒത്തുവന്നപ്പോൾ ഇങ്ങനെയും. അവർ ഫോണെടുത്ത് ആൺമക്കളുടെ നമ്പർ തിരയാൻ തുടങ്ങി. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഊണ് കഴിക്കാൻ അമ്മ ഒരുപാട് വന്ന് വിളിച്ചിട്ടും എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ അളക മുഖം തലയാണയ്ക്കുള്ളിൽ അമർത്തിക്കിടന്നു. അവൾക്ക് വിശപ്പും ദാഹവും തോന്നിയില്ല. അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സങ്കടം മാത്രമായിരുന്നു മനസ്സ് നിറയെ. ഫോൺ കയ്യെത്തിയെടുത്തവൾ അയാളുടെ നമ്പറിലേക്ക് എന്തൊക്കെയോ മെസ്സേജുകൾ സെൻഡ് ചെയ്തു. പിന്നെ ഫോൺ എങ്ങോട്ടോ എടുത്തെറിഞ്ഞിട്ട് വീണ്ടും കണ്ണടച്ചു കിടന്നു. 7 വർഷത്തെ പ്രണയമാണ് അയാളും താനും തമ്മിലുള്ളത്. ഇഷ്ടം മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞപ്പോൾ പ്രണയത്തെക്കാൾ ലേശം ബഹുമാനമാണ് തോന്നിയത്. തന്നെക്കാൾ സീനിയറായിരുന്നു വൈശാഖ്. പഠിക്കാനും പാടാനും ഒക്കെ മിടുക്കൻ. കോളേജ് വിട്ടാലും ഈ ബന്ധം തുടരാനും ഒന്നിച്ച് ജീവിക്കാനുമാണ് താല്പര്യമെന്ന് ഒരു കോഫി ഷോപ്പിലെ 2 കൂൾ ഡ്രിങ്ക്സിൻ്റെ തണുപ്പിൽ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി വൈശാഖ് ഒരിക്കൽ തുറന്നു പറഞ്ഞു. അവളും മറ്റൊരാളെ അയാൾക്ക് പകരമായി സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര അഗാധമായ പ്രണയത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള അവരുടെ വഴികൾ പലതായിരുന്നുവെങ്കിലും തീരുമാനങ്ങളും ചിന്തകളും ഒന്നിച്ചുള്ളതായിരുന്നു. ഇതുവരെയും പരസ്പരം അറിയാത്ത ഒരു കാര്യവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് അളകയെയും ഒപ്പം കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. പിന്നെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഒന്നും ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഏറെ നേരം കഴിഞ്ഞ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അളക മുഖം തുടച്ചുകൊണ്ട് ധൃതിയിൽ എഴുന്നേറ്റു. തൻ്റെ ബാഗിലേക്ക് അവൾ സ്വന്തം ഡ്രസ്സുകളെല്ലാം കുത്തിത്തിരുകാൻ തുടങ്ങി. ഇങ്ങോട്ട് വരുമ്പോഴില്ലാത്ത ഒരു അവധി കൂടിയെടുത്ത് ഓടിപ്പാഞ്ഞു വന്നത് ഇതിനുവേണ്ടി മാത്രമായിരുന്നു. അത് ഇങ്ങനെയുമായി. ഇനി എന്തിന് ഇവിടെ വെറുതെ കിടന്ന് കണ്ണുനീരൊഴുക്കണം? കണ്ണാടിയിൽ കണ്ട മുഖത്തിന് അല്പം മുമ്പ് കണ്ട മുഖത്തേക്കാൾ എത്ര പെട്ടെന്നാണ് മാറ്റം ഉണ്ടായത്. അമ്മ ഉണങ്ങിയ തുണികൾ മടക്കി വയ്ക്കുന്ന ജോലിയിലായിരുന്നു. അമ്മ സോറി. മകളുടെ ഇടറിയ സ്വരം കേട്ട് അംബിക പെട്ടെന്ന് മുഖം ഉയർത്തി. അവൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കണ്ടതും ഒന്ന് ഞെട്ടി. മോളെന്താ ഇപ്പോൾ പോകാനൊരുങ്ങുന്നത്? ഇന്നിനി പോകണ്ട. അച്ഛനോട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്നത്തെയും പോലെ നാളെ വെളുപ്പിന് അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുമല്ലോ. അത് മതി. എനിക്കിവിടെ ഒറ്റയ്ക്ക് വല്ലാത്ത ശ്വാസമുട്ടൽ തോന്നുന്നമ്മേ. അവിടെ ആകുമ്പോൾ റൂംമേറ്റ്സിൻ്റെ ഒക്കെ ബഹളം കേട്ട് ഒന്നും ആലോചിക്കണ്ടല്ലോ. അവർ ഒന്നും മിണ്ടിയില്ല. മകൾ പറയുന്നതും ശരിയാണ്. അവളുടെ മാനസിക നില ഇപ്പോൾ ശരിയല്ല. എങ്കിലും കുറച്ചു കഴിയുമ്പോൾ അവൻ വിളിക്കാതിരിക്കുമോ? എല്ലാം പഴയപടിയാവില്ലേ? അമ്മ അച്ഛനോട് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ 2 പേരെയും ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ചെന്നിട്ട് വിളിക്കാം. അവൾ അമ്മയുടെ കവിളിൽ ഒരു സാന്ത്വനം പോലെ ചുണ്ടുകളമർത്തി. അംബികയ്ക്ക് കരച്ചിൽ വന്നു. അവർ അവളുടെ പിന്നാലെ ചെന്നു. മോളെ, വൈശാഖ് വിളിച്ചാൽ പറയണേ. അവർക്കിന്ന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി കാണും. അല്ലാതെ വേറൊന്നും ആയിരിക്കില്ല. നീ മനസ്സ് വെറുതെ വിഷമിപ്പിക്കരുത് കേട്ടോ. അവൾ യാത്ര പറയും പോലെ അമ്മയെ നോക്കി മെല്ലെ തലയാട്ടി. പിന്നെ അരികിലൂടെ കടന്നുപോയ ഒരു ഓട്ടോയുടെ നേർക്ക് കൈകാട്ടി. തൻ്റെ ഫോൺ ബാഗിൽ നിന്നെടുത്തു സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഹോസ്റ്റൽ റൂമിൽ എത്തിയപ്പോഴേക്കും നേരം വല്ലാതെ ഇരുട്ടിയിരുന്നു. വാർഡൻ എന്തൊക്കെയോ ചോദിച്ചതിന് വ്യക്തമായ മറുപടി കൊടുക്കാനും പറ്റിയില്ല. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായെന്ന് മാത്രം പറഞ്ഞു. അതായിരുന്നല്ലോ നേരും. റൂമിലുണ്ടായിരുന്ന നീനു സന്തോഷത്തോടെയാണ് അവളെ എതിരേറ്റത്. അവളോട് സത്യം പറയാൻ തോന്നിയില്ല. എല്ലാവരും വന്ന് കണ്ടിട്ട് പോയി, ഉടനെ ഡേറ്റ് ഉറപ്പിക്കും എന്നവളുടെ മുഖത്ത് നോക്കാതെ പറയുമ്പോൾ ഉള്ളു പിടഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നത് അപ്പോഴാണ് ഓർത്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്നറിയാൻ അമ്മ കുറേ വട്ടം വിളിച്ചു കാണും. അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് അറിയാതെയാണ് വൈശാഖിൻ്റെ നമ്പറിലേക്കുള്ള കോൾ ബട്ടണിലേക്ക് വീണ്ടും വിരലമർന്നത്. ഹോ, സ്വിച്ച് ഓഫ് തന്നെ. ഇനി ഇങ്ങോട്ട് വിളിക്കട്ടെ, കാണിച്ചു കൊടുക്കാം. അന്ന് എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടാണ് ഉറങ്ങിയത്. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നുമില്ല. 2-3 ദിവസം എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി. വൈശാഖിനെക്കുറിച്ച് അവൾ മനഃപൂർവ്വം ഓർക്കാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഓരോ ഓർമ്മകൾ അവളെ പിന്നെയും കുത്തി നീട്ടിച്ചുകൊണ്ടിരുന്നു. അന്നത്തേതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും അയാളുടെ നമ്പറിലേക്ക് വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല. താൻ തുരുതുരെ അയച്ച വാട്സപ്പ് മെസ്സേജുകൾ ഒന്നുപോലും ഇതുവരെയും അയാൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല.
അതോടെ ഇനി ഇങ്ങോട്ട് വിളിക്കാതെ ഒരു ബന്ധവും അയാളുമായി വേണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. ലേശം പിടച്ചൽ തോന്നിയെങ്കിലും ചില നേരത്തെ കടുത്ത വാശികൾക്ക് ഏത് കൊടിയ വേദനയും ഇല്ലാതാക്കാൻ കെൽപ്പുണ്ടെന്ന് അവൾ സ്വയം തിരിച്ചറിയുകയായിരുന്നു ഈ 2-3 ദിവസങ്ങളിലൂടെ. വീട്ടിലേക്ക് ഈ ആഴ്ചയിൽ പോക്ക് വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. ആകെ എല്ലാത്തിൽ നിന്നും ഉൾവലിയാനാണ് മനസ്സ് തിടുക്കം കൂട്ടിയത്. എന്തായാലും ഒരു നിരാശാകാമുകിയുടെ റോളിൽ ജീവിക്കാൻ തന്നെ കിട്ടില്ല. ഇങ്ങോട്ട് കാണിച്ച അവഗണനയ്ക്കും വഞ്ചനയ്ക്കും നേരെ മുഖം തിരിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ എത്രയൊക്കെ മനസ്സിനെ ബോൾഡാക്കി നിർത്താൻ നോക്കിയെങ്കിലും അളകയ്ക്ക് പലപ്പോഴും പിടിവിട്ടു പോകും. നെഞ്ചിലെ ഓർമ്മകൾ ഒന്നോടെ വന്ന് അള്ളിപ്പിടിക്കുന്നത് പോലെ തോന്നും. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പം കൂടുതൽ ഉറങ്ങി അളക. ഒപ്പമുള്ളവർ ചിലർ കുളി കഴിഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. 9 മണിക്ക് മുമ്പ് മെസ്സിലേക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കിട്ടില്ല. അവൾ അലസതയോടെ ഫോണെടുത്ത് നോക്കി. 8:30. ചാടി എഴുന്നേറ്റ് അവൾ ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്ന് മെസ്സിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ഫോണെടുത്ത് നോക്കിയിട്ട് ചാർജ് ചെയ്യാനായി വെച്ചു. എല്ലാ ഞായറാഴ്ചകളിലെയും പോലെ അന്നും ഇടിയപ്പവും മുട്ടക്കറിയും. വീട്ടിൽ അമ്മയുടെ വക പാലപ്പവും സ്റ്റൂവുമായിരിക്കും ഞായറാഴ്ചകളിൽ. പെട്ടെന്ന് ഓർമ്മകളെ കുടഞ്ഞ് കളയാനെന്ന പോലെ അവൾ കൈ കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കുറേ നനയ്ക്കാനുണ്ട്. രാവിലെ തന്നെ തിരക്കായിരിക്കും. എല്ലാവർക്കും ആകെ കിട്ടുന്ന ഒരു അവധി ദിവസമാണ്. മുൻപൊക്കെ വൈകുന്നേരം റൂംമേറ്റ്സിനൊപ്പം പുറത്ത് ഷോപ്പിങ്ങിനോ പുതിയ സിനിമയ്ക്കോ ഒക്കെ പോകുന്നതായിരുന്നു പതിവ്. തിരികെ വന്ന് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോണിൽ ഒരുപാട് മിസ്ഡ് കോൾ. സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നാണ്. വാട്സപ്പിലും കുറേ വോയിസ് മെസ്സേജുകൾ. വൈശാഖിൻ്റെ നമ്പർ അന്നേ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇത് അവൻ്റെ നമ്പർ തന്നെ ആവുമെന്ന് ഒരു ചെറിയ സംശയം തോന്നി അവൾ വോയിസ് പ്ലേ ചെയ്തു. ഏകദേശം 1 മാസത്തോളമായി അവൾ അവൻ്റെ ശബ്ദം കേട്ടിട്ട്. പെട്ടെന്നെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്പർ ബ്ലോക്ക് ചെയ്യാനാണ് തോന്നിയത്. എന്നിട്ടും എന്തായിരിക്കും അയാൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നി. ഏത് ചെയ്തികൾക്കും ഒരു ന്യായീകരണം ഉണ്ടായിരിക്കുമല്ലോ. അത് വിശ്വസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. തന്നെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് അവൾക്കറിയണമെന്ന് തോന്നി. ഒരു മാപ്പ് പറച്ചിലോ ഖേദപ്രകടനങ്ങളോ ഒന്നുമില്ലാതെ തുടങ്ങിയ അയാളുടെ ശബ്ദത്തിലേക്ക് അവൾ കണ്ണുകൾ അടച്ചു. എനിക്കൊരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണം. അതിനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. തന്നെ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ തൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതിനെക്കുറിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഒരു മറുപടിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് തൻ്റെ അടുത്ത് നിന്നൊരു വിശദീകരണം എനിക്ക് വേണം. ആദ്യത്തെ വോയിസ് മെസ്സേജ് കേട്ട് സത്യത്തിൽ അളക ആകെ കൺഫ്യൂസ്ഡായി. എന്ത് ക്ലാരിഫിക്കേഷനാണ് ഇയാൾക്ക് എന്നിൽ നിന്ന് വേണ്ടത്? അടുത്ത മെസ്സേജ് അവൾ പ്ലേ ചെയ്തു. എൻ്റെ വല്യമ്മാവനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അവസാന വാക്ക്. പക്ഷേ അദ്ദേഹത്തിന് ഈ ബന്ധത്തോട് താല്പര്യം ഇല്ലെന്ന് തീർത്ത് പറയുമ്പോൾ എതിർത്ത് സംസാരിക്കാൻ വീട്ടിൽ ആർക്കും പറ്റില്ല. കാരണം എന്താണെന്നറിയുമ്പോൾ ഒരുപക്ഷെ തൻ്റെ വീട്ടുകാരായിരിക്കും ആദ്യം ഇതെതിർക്കുന്നത്. എൻ്റെ വല്യമ്മാവൻ്റെ പേര് ഹരിശങ്കർ എന്നാണ്. വീട്ടുപേര് ഇലഞ്ഞിക്കൽ. തൻ്റെ അമ്മയോട് പോയി ഇത്രയും കാര്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും പറയാം. എങ്കിലൊക്കെ. അയാളുടെ വോയിസ് മെസ്സേജ് അവസാനിച്ചിട്ടും അവൾ അന്തം വിട്ടിരുന്നു. എന്തോ എവിടെയോ കുഴപ്പമുണ്ട്. അമ്മയും വൈശാഖിൻ്റെ വല്യമ്മാവനും തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളത്? അതിന് അവർക്ക് തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. എന്തായാലും ഉണ്ടായിരുന്ന സമാധാനവും കൂടി ഇല്ലാണ്ടായി. അമ്മയെ ഒന്ന് വിളിച്ചാലോ? അല്ലേൽ വേണ്ട, നേരിട്ട് തന്നെ ചോദിക്കാം. എന്തായാലും ഈയൊരു ബന്ധം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ശരിയാവില്ല. തുടക്കത്തിൽ തന്നെ എന്തൊക്കെയോ കല്ലുകടി തോന്നിയിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. പോയിട്ട് നാളെ രാവിലെ തിരിച്ചു വരാം. പെട്ടെന്നവൾ റെഡിയായി നീനുവിനോട് വീട്ടിൽ അത്യാവശ്യമായിട്ടൊന്ന് പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. അവൾ കൂടുതലൊന്നും ചോദിച്ചതുമില്ല. ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ തന്നെ ഇരിപ്പിടം കിട്ടിയെങ്കിലും പുറത്തെ കാഴ്ചകളെക്കാൾ അകം ചുട്ടുനീട്ടുന്ന ചിന്തകളിൽ കുരുങ്ങിക്കിടന്നു. വൈശാഖിൻ്റെ വല്യമ്മാവനാണ് ഈ പറഞ്ഞ ഹരിശങ്കർ. അമ്മയുടെ മനസ്സറിഞ്ഞതുപോലെ തന്നെ അവൾ നിർത്താൻ ഭാവമില്ലായിരുന്നു. അംബികയുടെ വിളറിയ മുഖം കണ്ടിട്ടും അളക തുടർന്നു. അമ്മയ്ക്ക് എന്നോടൊന്നും പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. വൈശാഖ് തന്നെ എല്ലാം തുറന്നു പറഞ്ഞോളും. അളക അംബികയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മുറിവിട്ടു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്! അവർ എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് മൊബൈലെടുത്ത് ഭർത്താവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുപുറത്ത് ഫോൺ വേഗം അറ്റൻഡ് ചെയ്തു. അതേ ഏട്ടാ, നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വരണം. എനിക്ക് അത്യാവശ്യമായിരുന്നു കാണണം. ഞാൻ കുറച്ചു മുമ്പല്ലേ ഊണ് കഴിഞ്ഞ് കടയിലോട്ട് പോകുന്നത്. പിന്നെ പെട്ടെന്ന് എന്താ ഇത്ര അത്യാവശ്യം? എല്ലാം വന്നിട്ട് പറയാം. മോള് വന്നിട്ടുണ്ട്. ശരി ശരി, മോളിന്ന് പോകുന്നില്ലല്ലോ. ഞാൻ വൈകിട്ട് കടയടച്ചിട്ട് വരാം. കടയിലിപ്പോൾ നല്ല തിരക്കാണ്. നീ ഫോൺ വെച്ചോ. കൊള്ളാം, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാലും സ്ഥിതി ഇതാണ്. ഇനിയെല്ലാം അദ്ദേഹം വന്നിട്ടാകട്ടെ.
തനിക്ക് ഒറ്റയ്ക്കൊന്നും വയ്യ. വൈകിട്ട് അച്ഛൻ കടയിൽ നിന്നെത്തുമ്പോൾ അളക ടി വിയിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. വിശേഷങ്ങളൊക്കെ ഊണുമേശയിൽ വെച്ചാണ് സംസാരിച്ചത്. അച്ഛൻ വൈശാഖിൻ്റെ കാര്യം ചോദിക്കുമെന്ന് കരുതി. പക്ഷേ അങ്ങനെയൊരു സംഭവം മറന്നതോ അതോ മറന്നതായി നടിക്കുന്നതോ? അവൾക്കും അത് വലിയ ഒരു ആശ്വാസമായിട്ടാണ് തോന്നിയത്. അത്താഴം കഴിഞ്ഞ് അമ്മ പാത്രങ്ങൾ കഴുകുമ്പോൾ അവളും അമ്മയെ സഹായിക്കാൻ കൂടി. വേണ്ട വേണ്ട, വല്ലപ്പോഴും കൂടി വരുന്നതല്ലേ, നീ പോയി കിടന്നോളൂ. അതുകൊണ്ടല്ലേ അമ്മയെ സഹായിക്കാമെന്ന് വെച്ചത്. അംബിക അവളിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കിയതുപോലെ അളക അമ്മയോടൊപ്പം കൂടുതൽ സമയം ചുറ്റിപ്പറ്റി നിന്നു. നാളെ വെളുപ്പിനെ പോകണം. അതിനു മുൻപ് അമ്മയിൽ നിന്ന് കാര്യങ്ങൾ അറിയണം. അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാനുള്ള കാരണമറിയാൻ തനിക്ക് അവകാശമുണ്ട്. ഇനി ഇത് നടന്നില്ലെങ്കിൽ പോലും. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇനി ഒരേ ഒരു വഴി അയാളിൽ നിന്ന് തന്നെ അറിയുക മാത്രമാണ്. പക്ഷേ അമ്മയുമായി ചുറ്റിപ്പറ്റി എന്തോ ഉണ്ടെന്ന് തീർച്ചയാണ്. തൻ്റെ അമ്മ കാരണമാണ് ഏറെ ആഗ്രഹിച്ചു പോയ ഈ വിവാഹം മുടങ്ങിയത് എന്നൊരു ചിന്ത പോലും താങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയില്ല. നെറ്റിയിലൊരു തണുത്ത കരസ്പർശം നേരിയ വെളിച്ചത്തിൽ കണ്ടു. അരികിൽ ആരോ ഇരിക്കുന്നു. പെട്ടെന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. പേടിക്കണ്ട, ഞാനാ. അമ്മയോ? നിനക്കെന്താ അറിയേണ്ടത്? നാളെ പോകുന്നതിന് മുൻപ് എല്ലാം അറിയണ്ടേ? അതിനല്ലേ പെട്ടെന്ന് ഓടി വന്നത്. അവളൊന്നും മിണ്ടിയില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ പറയട്ടെ. എനിക്കറിയാം നിനക്കെന്നോട് പിണക്കം. അല്ലല്ല, അതിലൊക്കെ വെറുപ്പായിരിക്കും. ഞാൻ കാരണമാണല്ലോ ഈ വിവാഹം മുടങ്ങിയത് എന്നല്ലേ വൈശാഖ് പറഞ്ഞത്. എങ്കിൽ കേട്ടോളൂ. നീ ചോദിച്ച ഇളഞ്ഞിക്കൽ ഹരിശങ്കർ എൻ്റെ ആരാണെന്നറിയുമോ? അമ്മ ഒന്ന് നിർത്തിയിട്ട് ഒന്നേങ്ങി. അയാളെൻ്റെ ആദ്യ ഭർത്താവായിരുന്നു. വീട്ടുകാർ ആലോചിച്ച് നടത്തി തന്ന വിവാഹം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 5 വർഷം ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞു. കുട്ടികളൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ഒരുപാട് ചികിത്സകളും നടത്തി. അയാളുടെ വീട്ടുകാർ എൻ്റെ കുറ്റം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് എന്ന് എൻ്റെ ഭർത്താവ് കേൾക്കെ തന്നെ സദാ നേരവും കുറ്റപ്പെടുത്തി. പലപ്പോഴും അയാളും ഒരിക്കൽ അച്ഛൻ്റെ പരിചയത്തിലുള്ള മിടുക്കനായ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങളെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. അന്നത്തെ വിശദമായ ചെക്കപ്പിൽ ഡോക്ടർ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഹരിശങ്കർക്ക് മുമ്പ് എപ്പോഴോ നടന്ന ഒരു ആക്സിഡൻറ്റോടെ കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ അന്നത്തെ ഡോക്ടർ അതിനെക്കുറിച്ച് അയാളോട് വിശദമായി അറിയിച്ചിരുന്നു. ആ രഹസ്യം മറച്ചു വെച്ചിട്ടാണ് അയാൾ വിവാഹം കഴിച്ചത്. മാത്രമോ, സ്വന്തം വീട്ടുകാർ ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ പഴി മുഴുവനും എൻ്റെ മേൽ ചാർത്തിയപ്പോഴും അത് കേട്ടൊരക്ഷരം മിണ്ടാതെ അവരോടൊപ്പം നിന്ന അയാളിനോട് ഒറ്റയടിക്ക് എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ വിശ്വാസവും നഷ്ടപ്പെട്ടു. അയാൾ ഡിവോഴ്സ് ചെയ്യാൻ അച്ഛനും അമ്മയും നിർബന്ധം പിടിച്ചു. ഒരു പെണ്ണിൻ്റെ ജീവിതമാണവൻ നശിപ്പിച്ചതെന്ന് ആക്രോശിച്ചു. ദൈവത്തെ പോലെ കരുതി സ്നേഹിച്ച അയാളുടെ ചതി എന്നെയും വല്ലാതെ തകർത്തിരുന്നു. എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഒപ്പം ചികിത്സയ്ക്ക് വന്ന് കുറ്റം മുഴുവൻ ഭാര്യയ്ക്കാണെന്ന് വീട്ടുകാരുടെ മുന്നിൽ വരുത്തി തീർത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ മനസ്സ് അനുവദിച്ചില്ല. അതാണ് ഞാൻ ചെയ്ത കുറ്റം. അത് മാത്രം. അങ്ങനെ ആ ബന്ധം പിരിഞ്ഞു. അച്ഛൻ എന്നെ തിരികെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 2 വർഷം അങ്ങനെ നിന്നു. പിന്നീട് അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് തന്നയാളാണ് നിന്റെ അച്ഛൻ. ഇതാണ് ഞാനും ഇലഞ്ഞിക്കൽ ഹരിശങ്കറും തമ്മിലുള്ള ബന്ധം. അമ്മയെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ എഴുന്നേറ്റു. ഒരു സിനിമാ കഥ കേട്ടതുപോലെ തരിച്ചിരിക്കുകയായിരുന്നു അവൾ. അതുവരെ അമ്മയോട് അതുവരെ തോന്നിയ കാലുഷ്യമെല്ലാം ഒഴുകിപ്പോയിരുന്നു. ഇനി ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന് വൈശാഖ് തീരുമാനിക്കട്ടെ. അതിനെന്തിനാണമ്മേ വൈശാഖ്? ഇതെൻ്റെ ജീവിതമാണ്. എനിക്കറിയാം എന്തു വേണമെന്ന്. അംബികയ്ക്ക് അവളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നി. അവർ മുറി വിട്ടിറങ്ങുമ്പോൾ അവരെ കാത്ത് ശിവരാജൻ നിൽപ്പുണ്ടായിരുന്നു. അവർ സമാധാനത്തോടെ ഒന്ന് ചിരിച്ചു. രാവിലെ അളക ഒരുങ്ങിയിറങ്ങാൻ ഒരല്പം വൈകി. എങ്കിലും ഒട്ടും തിരക്ക് പിടിക്കാതെയാണ് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത്. അച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. അവൾക്ക് അച്ഛനോട് മുമ്പത്തേക്കാൾ ഒരു ആരാധന കൂടി തോന്നുന്നുണ്ടായിരുന്നു. ഒരു വീരാരാധന. എല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മയെ കല്യാണം കഴിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ഇന്നും ആ സ്നേഹത്തിനും കരുതലിനും ഒട്ടും കുറവ് വന്നിട്ടുമില്ല. അങ്ങനെ എല്ലാ പുരുഷന്മാർക്കും കഴിയുമോ? ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ തല ചായ്ച്ചു കിടന്ന് തലേന്ന് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഇനി എന്തു വേണം? വൈശാഖിനെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ടൊരു തിരിച്ചുപോക്ക് അമ്മയ്ക്ക് വേദനാജനകമായിരിക്കും. കൂട്ടിയും കിഴിച്ചും അവൾക്ക് മടുപ്പ് തോന്നി. ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ. പക്ഷേ തൻ്റെ ജീവിതം ഇനി ആർക്കും പന്താടാൻ വിട്ടുകൊടുക്കില്ല, തീർച്ച. അവൾ ചെറിയൊരു ഉറക്കത്തിനായി കണ്ണുകൾ അടച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.